ഹായ് ഹലോ, രാജി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് മക്കൾക്ക് ഒരു അടിപൊളി ടിപ്പ്, മുടി വളരാനുള്ള ഒരു അടിപൊളി ടിപ്പ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ചെയ്തു നോക്കണം. ഓക്കെ, അമ്മ പറയാൻ പോവാണ്. നമ്മൾ ആദ്യം ഈ വെള്ളം നന്നായി കുടിക്കണം കേട്ടോ. അപ്പൊ പ്രത്യേകിച്ചും ചൂടുകാലാണ്, മഴക്കാലാണ് വെച്ച് ദാഹല്യ വെച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കരുത്. അപ്പൊ നമ്മളെ മുടി വളർച്ചയെ ഒരുപാട് ബാധിക്കുന്നുണ്ട് നമ്മളെ ശരീരത്തിൽ വെള്ളം ഇല്ലെങ്കിൽ. ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് പാടില്ല. നമ്മൾ നന്നായി വെള്ളം കുടിക്കണം കേട്ടോ. അതാണ് ആദ്യം മുടി വളർച്ചയ്ക്ക് പ്രധാനമായിട്ടുള്ളത്, വെള്ളം കൂടിയാണ്. പിന്നെ നമ്മൾ തേക്കണ എണ്ണ ഏതാണെങ്കിലും നമ്മൾ കയ്യിലേക്ക് ലേശം എടുത്ത് നന്നായി ചൂടാക്കിയതിന് ശേഷം നന്നായി മസാജ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. നമ്മളെ തലമുടിയിൽ നന്നായി ഓട്ടിൽ നന്നായി മസാജ് ചെയ്ത് പിടിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി ഏത് സമയത്തും അങ്ങനെ വേണം. നമ്മൾ ഏത് എണ്ണ തേക്കുമ്പോഴും ഇങ്ങനെ നെറുകിലെ ലേശം പൊത്തി അങ്ങനെ പോകരുത് ഒരിക്കലും. അത് നല്ലൊരു പ്രത്യേകതയാണ്. നമ്മളെ മുടി വളർച്ചയെ നല്ല ബാധിക്കുന്നുണ്ട്. എല്ലായിടത്തും ചൂടാവണം നമ്മളെ തല. ഇങ്ങനെ മസാജിന് നമ്മളുടെ പ്രത്യേകതയാണ്. മുടി വളർച്ചയ്ക്ക് മസാജിന് തന്നെ നല്ല പ്രത്യേകത ഉണ്ട്. മസാജ് ചെയ്യണവർക്ക് എണ്ണ നുള്ളെടുത്താലും മതി, മസാജ് നന്നായി ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ അമ്മ എന്ന് പറയാൻ പോണത് എന്താ വെച്ചാല്, ഒരു വലിയ ഉള്ളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചിട്ട് അതിന്റെ നീര് നമ്മൾ അരിച്ചെടുക്കുക. ആദ്യം നമ്മൾ കയ്യിൽ നന്നായിട്ട് എണ്ണ എടുത്ത് മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന്റെ ശേഷം നമ്മൾ ഈ ഉള്ളിനീര് തലയിൽ എല്ലായിടത്തും മൂടിൽ അടി ഇങ്ങനെ തലയോട്ടിയിൽ മതി. ഇനി ബാക്കി ഉണ്ടെങ്കിൽ കളയൊന്നും വേണ്ട, തുമ്പിലെടുത്തോളൂ. തുമ്പിലേക്ക് വരെ തേച്ചോളൂ കേട്ടോ. തുമ്പിലെടുത്തോളൂ എന്നാ പറഞ്ഞ, സോറി, തുമ്പ് വരെ തേച്ചോളൂ കേട്ടോ. പിന്നെ എന്താ വെച്ചാല് നമ്മള് ഉള്ളി ആവുമ്പോ മുടിക്ക് അനുസരിച്ച് എടുത്തോളൂ. ഒരു ഉള്ളി എടുത്താലും, എനിക്ക് ഒരു ഉള്ളി ഞാൻ എടുക്കാറുള്ളൂ. ഒരു ഉള്ളി എടുത്താലും നമ്മുടെ മുടിയിൽ അങ്ങനെ ഓട്ടിൽ തേപ്പിക്കണം. അമ്മ തുമ്പത്തേക്കൊന്നും തേക്കാറില്ല. മക്കളാകുമ്പോ രണ്ടുള്ളി എടുക്കണ്ട, മകളാകുമ്പോ രണ്ടുള്ളി എടുക്കണ കാണാൻ ഞാൻ. അപ്പൊ അത് നന്നായി കഴുകി ആ കറുത്ത കളറൊക്കെ ഇപ്പൊ ഉള്ളിയിലൊക്കെ ഉള്ളി നമ്മൾ തോല് കളഞ്ഞാൽ പകുതി തോല് പോവും, പിന്നെ കറുത്ത കളർ ഉണ്ടാവും. അതൊക്കെ നമ്മൾ നന്നായി വാഷ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ചെറിയ മിക്സർ ജാറിൽ അരിച്ച് പിഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തലയോട്ടിയിൽ തേച്ചിട്ട് ഇതേപോലെ 20 മിനിറ്റ് മതി. 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ സാധാ വെള്ളത്തിൽ വാഷ് ചെയ്തോളൂ. പിന്നെ കെമിക്കലൊന്നും ഇല്ലാത്ത ഷാമ്പു അറിയാലോ നിങ്ങൾക്ക്, അധികം വീര്യമില്ലാത്ത ഷാമ്പു ഒക്കെ, അതിട്ട് കഴുകി കളഞ്ഞു വെച്ചിട്ട് ദോഷമൊന്നുമില്ല. ഞാൻ നോർമൽ വാട്ടറിലെ കഴുകി കളഞ്ഞിട്ടുള്ളൂ. പക്ഷെ മോള് കാണാം, അവളധികം കെമിക്കലൊന്നും ഇല്ലാത്ത ഷാമ്പു ആണ്. അമ്മയെ കുഴപ്പമില്ല, റൂട്ട്സിന്റെ ഷാമ്പു, അവളതാ ഉപയോഗിക്കണത്. റൂട്ട്സ് നല്ല ഷാമ്പു ആണ് കേട്ടോ, നല്ല മണമാണ് അതിന്. അത് ഇട്ടിട്ടാണ് അവള് മുടി കഴുകണത്. അപ്പൊ ഞാൻ വെറും വെള്ളത്തിൽ കഴുകി കളയും, മോള് റൂട്ട്സിലും കഴുകി കളയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായി തോന്നണ ഷാമ്പൂച്ച അത് ലേശം മതി. ആ ഉള്ളിയുടെ ഒരു ചെറിയൊരു മണം, എന്നാലും നമ്മളെ മുടി, ഞാൻ ഇപ്പൊ നോർമൽ വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ടും നമ്മുടെ മുടി അങ്ങനെ ഉള്ളി വാസന വന്നിട്ടൊന്നുമില്ല കേട്ടോ. മോളിപ്പോ ഷാമ്പൂ ഇട്ടിട്ടാ കഴുകി കളയണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ കോളേജിൽ പോണ കുട്ടികളാണെങ്കിൽ ഒരു ലേശം ഷാമ്പൂ ഇട്ട് കഴുകി കളഞ്ഞോളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പ്. അപ്പൊ നിങ്ങൾ അമ്മയെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഗുണം എന്നൊക്കെ അമ്മോട് പറഞ്ഞു തരണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.